എന്നും മേലുവേദന. ഈ ശരീരവേദനയ്ക്ക് സൈക്യാട്രിസ്റ്റിനെ കാണാൻ പറഞ്ഞിട്ടുണ്ടോ? ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുള്ള വേദന, ചിലപ്പോൾ ഒരു സൈഡ് ആയിരിക്കാം, ചിലപ്പോൾ അത് മാറി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ. അല്ലെങ്കിൽ തലവേദനയായിട്ട് പ്രസന്റ് ചെയ്യും, നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ കണ്ടു, പല ടെസ്റ്റുകളും ചെയ്തു, അതിലെല്ലാം നോർമലാണ്. ഈ ഒരു കണ്ടീഷൻ മിക്കവാറും ഫൈബ്രോമയാൾജിയ എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും. ഇതൊരു ജോയിന്റിന്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ മസിലിന്റെ ഇഷ്യൂ ഒന്നും കൊണ്ടുണ്ടാവുന്ന കണ്ടീഷനല്ല, നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണം ഉണ്ടാവുന്ന കണ്ടീഷനാണ്. അതായത് ആ വേദന അവരുടെ ഒരു തോന്നലല്ല, ആ വേദന അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പല നോർമൽ സ്റ്റിമുലൈകളും അല്ലെങ്കിൽ വേദനയുടെ സ്റ്റിമുലയൊക്കെ നമ്മുടെ നെർവസ് സിസ്റ്റം കൂടുതലായിട്ട് ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ട് കോഡ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഈ ഫൈബ്രോമയാൾജിയ. ഈ ഒരു കണ്ടീഷൻ മേലുവേദന എന്നതിലപ്പുറം നമ്മുടെ എനർജിനെ വളരെയധികം വീക്കാക്കും. എപ്പോഴും ക്ഷീണം, ഉറക്കത്തിന്റെ പ്രയാസം, ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ടെസ്റ്റുകളെല്ലാം നോർമലായിട്ടും ഈ ഒരു സിംറ്റംസ് എല്ലാം നല്ല നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് എടുക്കണം. മെഡിസിൻ്റെ കൂടെ തന്നെ എപ്പോഴും ഈ ഒരു കണ്ടീഷൻ ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ തോതിലുള്ള മെന്റൽ ടെൻഷൻസ് എല്ലാം വരുമ്പോഴൊക്കെ ഈ സിംറ്റംസ് എല്ലാം കൂടും. സോ അതിന് വേണ്ടിയിട്ടുള്ള പല തെറാപ്പീസും നമ്മൾ എടുക്കണം. മെഡിസിനൽ മാനേജ്മെന്റും സ്ട്രെസ് കുറയ്ക്കാനുള്ള പല തെറാപ്പീസും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു നോർമൽ ലൈഫിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫോളോ ഫോർ മോർ.